ഇറാൻ മണ്ണിൽ തകർന്നു വീണ അമേരിക്കൻ യുദ്ധവിമാനത്തിലെ സൈനികരെ പുറത്തെത്തിക്കാൻ US നടത്തിയ വമ്പിച്ച സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. വെറും 2 സൈനികരെ രക്ഷിക്കാൻ 155 വിമാനങ്ങൾ വിന്യസിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്ക് പിന്നിൽ ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്താനുള്ള ഗൂഢലക്ഷ്യമുണ്ടായിരുന്നോ എന്ന സംശയത്തിലാണ് ലോകരാജ്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഇറാന്റെ ആകാശപരിധിയിൽ വെച്ച് തകർന്ന F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലെ പൈലറ്റിനെയും വെപ്പൺ സിസ്റ്റം ഓഫീസറെയും കണ്ടെത്താനായിരുന്നു ഈ നീക്കം. പൈലറ്റിനെ ഉടൻ രക്ഷപ്പെടുത്തിയെങ്കിലും കേണൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ 36 മണിക്കൂർ നീണ്ട തിരച്ചിൽ വേണ്ടിവന്നു. 7000 അടി ഉയരമുള്ള സാഗ്രോസ് പർവ്വതനിരകളിൽ പരിക്കുകളോടെ അദ്ദേഹം ഒളിച്ചിരുന്നു എന്നാണ് US അവകാശപ്പെടുന്നത്. അക്കങ്ങൾ പറയുന്ന അസ്വാഭാവികത ഒരു സാധാരണ രക്ഷാദൗത്യത്തിന് ആവശ്യമില്ലാത്ത വിധത്തിലുള്ള വമ്പൻ സന്നാഹമാണ് അമേരിക്ക ഇവിടെ പ്രയോഗിച്ചത്. 155 വിമാനങ്ങൾ, ഇതിൽ 4 ബോംബറുകളും 64 ഫൈറ്റർ ജെറ്റുകളും ഉൾപ്പെടുന്നു. കൂടാതെ ദൗത്യത്തിന്റെ ദൈർഘ്യവും ആഴവും വ്യക്തമാക്കുന്ന 48 റിഫ്യൂവലിംഗ് ടാങ്കറുകളും ഉൾപ്പെടുന്നു. ഈ ദൗത്യം നടന്ന സ്ഥലം ഇറാന്റെ നേറ്റാൻസ് ആണവ നിലയത്തിന് വെറും 20 മൈൽ മാത്രം അകലെയായിരുന്നു എന്നതാണ് പ്രധാന ദുരൂഹത. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈക്കലാക്കാൻ ഈ രക്ഷാദൗത്യത്തെ ഒരു പുകമറയായി അമേരിക്ക ഉപയോഗിച്ചു എന്ന് മുൻ CIA ഉദ്യോഗസ്ഥൻ ലാറി ജോൺസൺ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനികൻ ഒറ്റയ്ക്ക് കുത്തനെയുള്ള മലനിരകൾ കയറിയെന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് സൈനിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. തങ്ങൾ വെടിവെച്ച വിമാനത്തിലെ സൈനികരെ രക്ഷിക്കാനെന്ന വ്യാജേന അമേരിക്ക നടത്തിയത് അധിനിവേശ ശ്രമമാണെന്ന് ഇറാൻ ആരോപിച്ചു. പരാജയപ്പെട്ട ഈ ദൗത്യത്തിലൂടെ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായതായും ടെഹ്റാൻ പരിഹസിച്ചു. ലാറി ജോൺസൺ ഉൾപ്പെടെയുള്ള വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത് ഇസ്ഫഹാനിലെ ആണവ നിലയത്തിലേക്കാണ്. ഇറാന്റെ പക്കൽ 200 മുതൽ 450 കിലോ വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഇടമാണിത്. വിമാനം തകർന്നു വീണത് ആണവ നിലയത്തിന് 200 മൈൽ അകലെയാണെങ്കിലും അമേരിക്കൻ സേന താവളമൊരുക്കിയത് നിലയത്തിന് വെറും 20 മൈൽ മാത്രം ദൂരെയുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട വിമാനത്താവളത്തിലാണ്. യഥാർത്ഥ ലക്ഷ്യം പരിക്കേറ്റ സൈനികരെയായിരുന്നോ അതോ ഇറാന്റെ യുറേനിയം കൈക്കലാക്കാനായിരുന്നോ? രക്ഷാദൗത്യം എന്നത് ലോകത്തിന് മുന്നിൽ നൽകിയ ഒരു പുകമറ മാത്രമായിരുന്നോ എന്ന സംശയം ഇറാൻ ശക്തമായി ഉന്നയിക്കുന്നു. അമേരിക്കയുടെ ഔദ്യോഗിക വിതരണത്തിലും ചില പൊരുത്തക്കേടുകളുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് കണങ്കൽ ഉളുക്കിയ കേണൽ സാഗ്രോസ് പർവ്വതനിരകളിലെ 7000 അടി ഉയരമുള്ള മലനിരകൾ ഒറ്റയ്ക്ക് കയറി ഒളിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇറാൻ സൈന്യം $60,000 പാരിതോഷികം പ്രഖ്യാപിച്ച് തിരച്ചിൽ നടത്തുമ്പോഴാണ് ഒരു കൈത്തോക്ക് മാത്രം കൈവശമുള്ള ഇദ്ദേഹം ഈ സാഹസികത കാണിച്ചത്. ഇത് അവിശ്വസനീയമാണെന്ന് സൈനിക നിരീക്ഷകർ പറയുന്നു. എങ്കിലും അമേരിക്ക നൽകുന്ന SCRE പരിശീലനം ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു എന്നാണ് വാഷിംഗ്ടണിന്റെ മറുപടി. ദൗത്യത്തിനിടയിൽ മണലിൽ കുടുങ്ങിയ 2 അമേരിക്കൻ വിമാനങ്ങൾ അവർ തന്നെ ബോംബിട്ട് നശിപ്പിച്ചു. തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനുള്ള നീക്കം. ഈ ദൗത്യം വിജയിച്ചുവെന്ന് അമേരിക്ക പറയുമ്പോൾ അധിനിവേശ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. സത്യം ഇതിനിടയിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നു. 155 വിമാനങ്ങളുടെ ഇരമ്പലിൽ ഇസ്ഫഹാൻ സാക്ഷ്യം വഹിച്ചത് വെറും ഒരു രക്ഷാദൗത്യത്തിനല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധത്തിന്റെ മറ്റൊരു അധ്യായത്തിനാണ്. അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കഥയായി അമേരിക്ക ഇതിനെ ആഗോളതലത്തിൽ